നമുക്കിപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് അതിപ്പോൾ എത്ര ചെറുതാണേലും നമ്മൾ ഭയങ്കര ഹാപ്പി അല്ലേ? അതുപോലെ നമ്മളെ ബ്രൈഡ്സിനെ നമുക്ക് ഹാപ്പി ആക്കിയാലോ? അങ്ങനെ നമ്മൾ രാജകുമാരിയിൽ ഇറങ്ങി കാഡ്ബറിയുടെ ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് നേരെ ബ്രൈഡിന്റെ വീട്ടിലോട്ട് പോയി. യെസ് ഗൈസ്, ദിസ് ഈസ് അവർ ബ്രൈഡ് ശില്പ. അങ്ങനെ ശില്പയ്ക്ക് ഗിഫ്റ്റും കൊടുത്ത് ശില്പയും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ശില്പയുടെ അനിയത്തിക്കാണ്. ആൾക്ക് ഒരു മണ്ടാല ഡിസൈൻ മതി എന്ന് പറഞ്ഞു, ഫ്രണ്ടും ബാക്കും. അങ്ങനെ നമ്മൾ ഡിസൈനൊക്കെ സെലക്ട് ചെയ്ത് ഇട്ട് തുടങ്ങി. അങ്ങനെ ബാക്ക് ഹാൻഡ് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഹാൻഡ് ഡിസൈനൊക്കെ ഇട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഒരു ചിയേഴ്സ് പഠിച്ച് നമ്മൾ ബ്രൈഡിന്റെ ബാക്ക് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ബാക്ക് ഹാൻഡിന്റെ ഫൈനൽ ഡിസൈൻ. പിന്നെ ഞാനും ഐഷായും ബ്രൈഡും നല്ലൊരു ഊണൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ഹാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ഹെവി ഇൻട്രിക്കേറ്റഡ് ഇന്ത്യൻ ഡിസൈൻ ആയിരുന്നു ബ്രൈഡ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിരുന്നത്. ഒരുപാട് എലമെന്റ്സ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടിയ ഒരു ഡിസൈനും കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ലാസ്റ്റ് ഒരു കട്ടനും കുടിച്ച് എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, ഇനി അടുത്ത വർക്കുമായിട്ട് കാണാം ഇൻഷാ അല്ലാ.